ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു ഫ്യൂവൽ സ്മെൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തിരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ എനിക്കും അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിനും ആ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ? ഫ്യൂവൽ ലീക്ക് തന്നെയാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോകാൻ വേണ്ടി, അതായത് ട്രിവാൻഡ്രം യാത്ര പോകാൻ വേണ്ടി ഫുൾ ടാങ്ക് വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്തു. അങ്ങനെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത സമയത്ത് ഏറെക്കുറെ ഒരു നെക്ക് ലെവൽ അടുക്കാറായപ്പോൾ, അല്ലെങ്കിൽ ഒരു ടാങ്കിൻ്റെ ലെവൽ കഴിഞ്ഞ് മേലോട്ട് കയറുന്ന സമയത്ത് ഒരു പെട്രോൾ സ്മെൽ അനുഭവപ്പെട്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെറിയ പെട്രോൾ സ്മെൽ എൻ്റെ വാഹനത്തിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നെക്ക് ലെവൽ അടിച്ച് കഴിഞ്ഞു, അതായത് ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പം നല്ല രീതിക്ക് ഫ്യൂവൽ പോകുന്നുണ്ട്. വാഹനം ഓഫായിരുന്നു. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് പലരും പാനിക്കായി പോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ശരിക്കും ഞാനും അന്നേരം അത്രയും രൂപ കൊടുത്ത് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പെട്രോൾ പുറത്തോട്ട് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സമാധാനം, നെക്ക് ലെവൽ വരെ ആയതുകൊണ്ട് താഴോട്ടുള്ള പോർഷന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് കുറച്ചൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ആ ഫ്യൂവൽ ലീക്ക് നിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് വീട് വരെ വന്നു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ താഴെ നോക്കിയപ്പം ഫ്യൂവൽ ലീക്കില്ല. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ ലെവലിൽ വരെ എത്തിയപ്പോഴേക്കും ലീക്ക് സ്റ്റോപ്പായി. യെസ്, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഫ്യൂവൽ ലീക്കിനെ കുറിച്ചാണ്. എങ്ങനെ നിങ്ങളുടെ വാഹനത്തിന് ലീക്ക് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളുടെ വാഹനത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫ്യൂവൽ സ്മെല്ല് വരുന്നുണ്ട്, കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ സ്മെല്ല് വരുന്നുണ്ട്, താഴെയൊക്കെ നോക്കി ലീക്കില്ല, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ ഇഗ്നിഷൻ കീ ഓൺ ആക്കുക. വാഹനം സ്റ്റാർട്ട് ചെയ്യരുത്. ആദ്യം ഓൺ ചെയ്യുന്ന ACC ഒന്നുകൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓൺ. അപ്പോൾ നമ്മുടെ മീറ്ററിലെല്ലാം ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ വാഹനത്തിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നമ്മൾ താഴെ ഒന്ന് ജസ്റ്റ് ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് അടിയിൽ കൂടെ ലീക്കോ കാര്യങ്ങളോ വല്ല ഉണ്ടോ എന്നുള്ളത് നോക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോഴും വാഹനത്തിൻ്റെ ഇഗ്നീഷൻ മാത്രം ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലീക്കോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം, അങ്ങോട്ട് പോകുന്ന ലൈൻ, അതായത് വാഹനത്തിൻ്റെ പമ്പിൽ നിന്നും നേരെ എൻജിനിലോട്ട് അല്ലെങ്കിൽ എൻജിൻ ബേയിലോട്ട് നമ്മുടെ കോമൺ റെയിലിലോട്ട് പോകുന്ന ലൈനിൽ എവിടെയോ ലീക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം ആവും. അങ്ങനെ വരുന്ന സമയത്ത് നേരെ കീ ഓഫ് ചെയ്യുക, ഏറ്റവും അടുത്തുള്ള സർവീസ് സെൻറ്ററിലോട്ട് കോൾ ചെയ്യുക. അവരുടെ ആരെങ്കിലും ഹെൽപ്പ് ലൈൻ അസിസ്റ്റൻസോ ആരെങ്കിലും വന്ന് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവിടെ ഇട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയോ, അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് സർവീസ് സെൻറ്ററിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വാഹനത്തിൽ ഫ്യൂവൽ സ്മെല്ല് വരുന്നുണ്ടെന്നല്ലാതെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അറിയാൻ സാധിക്കും? അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു ഫ്യൂവൽ സ്മെല്ല് ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തിരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, വാഹനത്തിൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിക്കുക. ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ നെക്ക് ലെവൽ, കഴുത്തറ്റം വരെ, അതായത് നിറഞ്ഞ് തുളുമ്പി നിൽക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം വാഹനത്തിൻ്റെ എവിടെന്നെങ്കിലും ഫ്യൂവൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ലീക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉറപ്പിക്കാം, ലീക്ക് പുറമേ ഉള്ള ഭാഗത്തൊന്നുമല്ല. പിന്നെ എവിടെയാണ് സ്മെല്ല് വരുന്നത്? അങ്ങനെ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ചാർക്കോൾ കാനിസ്റ്റർ, അഥവാ നമ്മുടെ വാഹനത്തിൻ്റെ വേപ്പർ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈൻ. അതായത് 2 ഫ്യൂവൽ ലൈൻസ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ പ്രഷറൈസ് ചെയ്ത് വാഹനത്തിൻ്റെ എൻജിൻ്റെ ഭാഗത്തോട്ട് പെട്രോൾ പോകാനും, ഒന്ന് നമ്മുടെ വേപ്പർ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് പ്രഷർ നിൽക്കാതിരിക്കാൻ വേണ്ടി അത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നേരെ കാനിസ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റിലോട്ട് പോകുന്നത്. ഈ ഒരു പൈപ്പ് മെറ്റലും റബ്ബറും ഉണ്ട്. അപ്പോൾ മെറ്റൽ പോർഷനിലോ അല്ലെങ്കിൽ റബ്ബർ പോർഷനിലോ എവിടെയെങ്കിലും ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജ് നടക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂവലിൻ്റെ സ്റ്റോറേജ് നടക്കത്തില്ല. അങ്ങനെ ഫ്യൂവൽ സ്റ്റോറേജ് നടക്കാതെ വരുമ്പോഴത്തേക്കും ഇത് എവിടെയെങ്കിലുമൊക്കെ ലീക്കായി പോകും. ആ ലീക്കാവുന്നതിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഹോസുകൾ, റബ്ബർ ഹോസ് നമ്മൾ മാറണം. അതായത് ബ്രീത്തർ ഹോസ് എന്ന് നമ്മൾ പറയും. ആ ഹോസുകൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് വിടണം. അത് ഇവിടെയാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും 2 സ്ഥലത്തുള്ള റബ്ബർ ഹോസസ് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ആ ഹോസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്കറിയാം, വണ്ട് കുത്തി നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ലീക്ക് ആക്കുന്നുണ്ട്. എൻ്റെ വാഹനത്തിനും സെയിം പ്രശ്നം തന്നെയാണ് ഉണ്ടായത്. നമുക്കിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അതിന്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെട്രോളിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരുന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കുറയ്ക്കാനും വഴി കിടന്നു പോകാനുള്ള ചാൻസസും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റും കൂടി ഇട്ടേക്കാം. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായില്ല, ഇതിൽ എന്തെങ്കിലും കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം.